ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഓൺ വോയിസ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ വിശേഷങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. എനിക്ക് വീണ്ടും ചെറിയൊരു ലീവ് കിട്ടി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, മുസമ്മിലിന് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവനിക്ക് OT-യിലും PT-യിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഫുഡും വെള്ളവും ഒക്കെ നല്ല രീതിയിൽ കൊടുക്കണം എന്നാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മെഡിസിനൊന്നുമില്ല. പിന്നെ അതുപോലെ അവനിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. പനിയും മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല. അതെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവർക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഫുഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ നാത്തൂൻ്റെ മോക്ക് ചെറിയൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവൻ അവിടെ ആണല്ലോ കൂടുതലും നിന്നത്. അതുകൊണ്ടും കൂടാണ് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷേ ബിൽറുബിനൊക്കെ നോർമലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു ലാബിലാണിത് ടെസ്റ്റ് ചെയ്തത്. പിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 1-2 ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയല്ല. അവൻ കുഞ്ഞല്ലേ, നല്ല രീതിയിൽ പിടിച്ചൊക്കെ കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരികയും ചെയ്തു. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് കരിക്കൊക്കെ മേടിച്ചു. അവനിക്ക് ഈ വെള്ളം, ചൂടുവെള്ളം എത്രയെന്ന് പറഞ്ഞാലേ കുടിക്കുന്നത് അവൻ. അതുകൊണ്ട് ഈ കരിക്കും വെള്ളമൊക്കെ പിന്നെ സ്ട്രോയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കുടിക്കും. അതുകൊണ്ട് അതൊക്കെ മേടിച്ചു. പിന്നെ വീട്ടിലേക്ക് മീനും കൊഞ്ചുമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ വെള്ളിയാഴ്ച മുഫീദിനെ ചെക്കപ്പിന് കൊണ്ടുപോയായിരുന്നു. കൊണ്ടുപോയപ്പോൾ കുറയുന്നുണ്ട്, നോർമലായിട്ടില്ല. എന്നാലും 1 മാസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. വീട്ടിൽ വന്ന ഉടനെ കരിക്കും വെള്ളമൊക്കെ അവർക്ക് കൊടുത്തിട്ട് കരിക്ക് തിന്നാവുന്ന രീതിയിൽ ഞാനും വാപ്പായും അത് പൊട്ടിച്ചതാണ് കേട്ടോ. അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളയ്ക്കായിരുന്നു അതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞ് മുസമ്മിലിന് ചാമ്പയ്ക്ക വേണമെന്നും പറഞ്ഞ് വാപ്പായും കൊണ്ട് ഇറങ്ങിയതാണ് അത് പിച്ചാൻ. അത് വിളഞ്ഞിട്ടില്ല, കളറൊന്നും ആയിട്ടില്ല, പക്ഷേ പൊഴിഞ്ഞു പോകുന്നുണ്ട് ഒരുവിധം നല്ല കണക്ക്. അതുകൊണ്ട് ഒരുവിധം വിളഞ്ഞതൊക്കെ അങ്ങ് പിച്ചാവുന്ന രീതിയിൽ ഇറങ്ങിയതാണ്. കാരണം മുഫീദിൻ്റെ അടുത്തൊരു കൊച്ചു കവർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ പോയി മുട്ടനൊരു സഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചെവിട്ടി കിടക്കാൻ പോലുള്ള ചാമ്പയ്ക്ക ഇല്ല. പിന്നെ റിസൾട്ടൊക്കെ ഇനി കുറച്ച് കഴിയും കിട്ടാൻ. അപ്പോൾ അതൊക്കെ കിട്ടിയെങ്കിലേ എന്താണെന്ന് അറിയത്തുള്ളൂ. താങ്ക് യു.